സദ്യയിൽ മധുരമുള്ള കറി പൈനാപ്പിൾ പച്ചടി രണ്ട് രീതിയിൽ ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് കോട്ടയംകാരുടെ ഒരു സ്പെഷ്യൽ മധുരക്കറി ഉണ്ട്, അതും പിന്നെ നമ്മുടെ പൈനാപ്പിൾ പച്ചടി. മധുരക്കറി റെഡിയാക്കി എടുക്കാൻ നന്നായിട്ട് പഴുത്ത ഏത്തപ്പഴം ഈ ഒരു വലിപ്പത്തിൽ വേണം അരിഞ്ഞെടുക്കാൻ. ഇതിലേക്ക് ഒരു 300 ഗ്രാമോളം പൈനാപ്പിൾ ഉണ്ട്. പൈനാപ്പിൾ മിക്സിയിലിട്ട് ഒന്ന് കറക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. അരഞ്ഞു പോവണ്ട, ഈ ഒരു പരുവത്തിന് കിട്ടിയാൽ മതി. പൈനാപ്പിളിൻ്റെ കുറച്ച് കഷ്ണങ്ങളൊക്കെ അങ്ങനെ കിടക്കണം. അതിലേക്ക് ഒരു 3/4 ഗ്ലാസ് വെള്ളം, ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂണിനടുത്ത് ഉപ്പ്, ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്ത് അടച്ചു വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കണം. ഒരു 15-20 മിനിറ്റ് നേരത്തോളം തന്നെ വേവിച്ചെടുക്കണം. ഇടയ്ക്ക് വേണമെങ്കിൽ ഒന്ന് തുറന്ന് ഇളക്കി കൊടുത്തോളൂ കേട്ടോ. വെന്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ആ പഴത്തിൻ്റെ കഷ്ണങ്ങളൊക്കെ ഒന്നങ്ങ് ഉടച്ചു കൊടുക്കാം. ഇനി അതിലേക്കൊരു 100 ഗ്രാം ശർക്കര പാനിയാക്കിയ ശേഷം അതുകൂടെ ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ച് ഇതുപോലെ കുറുക്കി വറ്റിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങയുടെ ഒരു സ്പെഷ്യൽ വറവ് തയ്യാറാക്കണം. 2 സ്പൂൺ നെയ്യിൽ ആദ്യം തന്നെ കുറച്ച് കശുവണ്ടിപ്പരിപ്പ് വറുത്ത് മാറ്റുന്നുണ്ട് കേട്ടോ. ബാക്കിയുള്ള നെയ്യിലേക്ക് 2 കൈപ്പിടി അളവിന് തേങ്ങ, ഏതാണ്ട് ഒരു 1/2 കപ്പിനടുത്ത് കാണുമേ. ഇതുപോലെ ചെറിയ ബ്രൗൺ കളറാകുന്നത് വരെ വറുത്തെടുക്കണം. നമ്മൾ ഈ കൂട്ടുകറിക്കൊക്കെ വറുത്തെടുക്കുന്ന പോലെ നന്നായിട്ടങ്ങ് ബ്രൗൺ കളറായി പോവണ്ട. അതിന് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ പൈനാപ്പിൾ കറിയിലേക്ക് ചേർത്ത് നന്നായിട്ട് അങ്ങ് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്കുണ്ടല്ലോ വെളിച്ചെണ്ണയിൽ ഒന്ന് കടുക് പൊട്ടിച്ച ശേഷം ഉണക്കമുളകും കറിവേപ്പില കൂടെ ചേർത്ത് മൂപ്പിച്ചതും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കശുവണ്ടി ചേർക്കാം. ചൂടൊന്ന് ആറി തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഈ മുന്തിരി കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്താൽ നമ്മുടെ കോട്ടയം സ്റ്റൈല് മധുരക്കറി റെഡിയാണ്. ഒരു അടിപൊളി ഐറ്റമാണ് കേട്ടോ, ട്രൈ ചെയ്ത് നോക്കണേ. അടുത്തത് നമ്മുടെ സദ്യക്കൊക്കെ കിട്ടുന്ന പൈനാപ്പിൾ പച്ചടിയാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു പൈനാപ്പിൾ എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ പൈനാപ്പിളിൻ്റെ 1/4 ഭാഗം ഞാൻ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് വേവിക്കാൻ പോവുകയാണ്. ബാക്കിയുള്ള ആ 1/4 ഭാഗം ഞാൻ മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെയാണ് ഞാൻ അരിഞ്ഞെടുത്തിരിക്കുന്നത്. ബാക്കിയുള്ള ഭാഗം ഞാൻ ഇതുപോലെ അടിച്ചെടുത്ത് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ കഷ്ണങ്ങൾ വേവിച്ചെടുക്കണം. അപ്പോൾ അതിലേക്ക് ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 സ്പൂണാണ് കേട്ടോ മുളക് പൊടി ചേർക്കുന്നുള്ളൂ. ഒരു കളറിനായിട്ട് ചേർത്ത് കൊടുത്തതാണ്. പച്ചമുളകിൻ്റെ രുചി വേണം പച്ചടിയിൽ മുമ്പോട്ട് നിൽക്കുക എന്നാണ് പറയുന്നത്. 1/2 സ്പൂണോളം ഉപ്പും ഒരു 3/4 ഗ്ലാസോളം വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് നമുക്കിത് അടച്ചു വെച്ച് നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കണം. കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടണം. ഏതാണ്ട് ഒരു 15 മിനിറ്റോളം എടുക്കും കേട്ടോ നമുക്ക് നന്നായിട്ട് ഇതൊന്ന് വെന്ത് കിട്ടാൻ. കഷ്ണങ്ങൾ നല്ല വേവായി കഴിഞ്ഞാൽ ഇതിലേക്ക് അടിച്ചു വെച്ചിരിക്കുന്ന ആ പൈനാപ്പിൾ ചേർക്കാം. നമ്മൾ പൈനാപ്പിൾ പച്ചടി ഇതുപോലെ പൈനാപ്പിൾ അരച്ചു വെച്ചത് ചേർത്തുണ്ടാക്കുമ്പോൾ അതിനൊരു പ്രത്യേക മണമാണ് കേട്ടോ. ആ പൈനാപ്പിളിൻ്റെ ഒരു ഫ്ലേവർ നമുക്ക് നന്നായിട്ട് കിട്ടും. ഇനി ശർക്കര ചേർക്കണം. ശർക്കരയുടെ അളവ് എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന പൈനാപ്പിളിൻ്റെ മധുരത്തിനനുസരിച്ച് കുറച്ച് വ്യത്യാസം വരും കേട്ടോ. ഞാനിവിടെ ഒരു 3 സ്പൂണോളാണ് ശർക്കര ചേർത്തിരിക്കുന്നത്. പൈനാപ്പിൾ നല്ല മധുരമുള്ള പൈനാപ്പിളായിരുന്നു. നമ്മൾ എടുക്കുന്ന പൈനാപ്പിൾ പുളിയുള്ളതാണെങ്കിൽ അതനുസരിച്ച് ശർക്കരയുടെ അളവ് കൂട്ടിക്കോളുക കേട്ടോ. ഇനി നമ്മൾ ഈ ചേർത്തിരിക്കുന്ന വെള്ളമൊക്കെ നന്നായിട്ടങ്ങ് വറ്റി വരണം. വെള്ളം ഒന്ന് വറ്റി തുടങ്ങുന്ന സമയത്ത് നമുക്കിതിലേക്ക് തേങ്ങ അരച്ച് ചേർക്കാം. ഇവിടെ ഞാൻ 1/2 കപ്പാണ് തേങ്ങ എടുത്തിരിക്കുന്നത്. ഈ 1/2 കപ്പ് തേങ്ങയിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താണ് കേട്ടോ ഞാൻ അരയ്ക്കുന്നത്. നന്നായിട്ട് തന്നെ അരഞ്ഞ് കിട്ടണേ. അങ്ങനെ നമ്മുടെ അരപ്പ് കൂടെ ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം. ഈ പൈനാപ്പിൾ പച്ചടി അതുപോലെ തന്നെ ഓരോ നാട്ടിലും ഓരോ പോലാണ് കേട്ടോ ചെയ്യുന്നത്. ഈ കോട്ടയത്തൊക്കെ തേങ്ങ വറുത്തിട്ടാണ് ഈ പൈനാപ്പിൾ മധുരക്കറി ഉണ്ടാക്കിയെടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ കറി ഒന്ന് കുറുകി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കറിവേപ്പില ചേർക്കണം. ഒരു 2 തണ്ട് കറിവേപ്പില ചേർക്കാം. ഇനിയാണ് കടുക് ചതച്ച് ചേർക്കുന്നത് കേട്ടോ. ചിലയിടത്തൊക്കെ തേങ്ങയുടെ കൂടെ അരച്ച് കാണാറുണ്ട്. ഞാനിതുപോലെ ചതച്ചാണ് ചേർക്കുന്നത്. അതുപോലെ തന്നെ പച്ചമുളകും അവസാനം ഇതുപോലെ ചതച്ചിട്ട് കൊടുക്കുകയാണ്. എരിവിന് ആവശ്യമായിട്ട് ഞാനൊരു 3 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇത് വല്ലാതെ അങ്ങ് തിളപ്പിക്കേണ്ട. ഒരു 2 മിനിറ്റ് നേരം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് അങ്ങ് ഇളക്കിയെടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് തൈര് കൂടെ ചേർത്ത് കൊടുക്കണം. ഒത്തിരി പുളിച്ചു പോവാത്ത തൈര് എടുക്കണേ. കുറച്ച് കട്ട തൈരാണ് നല്ലത്. 1/2 കപ്പിൽ താഴെ എടുത്തിട്ടുള്ളൂ. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി വറുത്തിടാനായിട്ട് വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടി വരുമ്പോൾ ഉണക്കമുളകും കറിവേപ്പിലയും ചേർത്ത് താളിക്കാം. കുറച്ച് മുന്തിരി കൂടെ ചേർക്കാം. മുന്തിരി ചേർക്കുമ്പോൾ കറിയുടെ ചൂട് ഒന്നാറി തുടങ്ങുമ്പോൾ ചേർക്കണേ, ഇല്ലെങ്കിൽ മുന്തിരി വെന്തു പോവും. അങ്ങനെ നമ്മുടെ പൈനാപ്പിൾ പച്ചടി റെഡി ആയിട്ടുണ്ട്. പിന്നെ വേറെയും സദ്യ റെസിപ്പീസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുകൂടെ കണ്ട് നോക്കാം കേട്ടോ. അപ്പോൾ പച്ചടി ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കണ്ട.